കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ MLA പാറയ്ക്കൽ അബ്ദുള്ളക്കെതിരെ വക്കീൽ നോട്ടീസ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് നോട്ടീസ് നൽകിയത്. തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് നോട്ടീസിൽ പരാമർശം ഉന്നയിക്കുന്നു. പാറയ്ക്കൽ അബ്ദുള്ള തന്നോട് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്നും റിബേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഒരുപക്ഷെ ഈ ഒരു വിവാദം കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെയും വഴി തെളിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പാറയ്ക്കൽ അബ്ദുള്ളക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് ഡിവൈഎഫ്ഐ നേതാവ് അയച്ചിട്ടുള്ളത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, നമുക്കറിയാം വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കാഫിർ വിവാദം കത്തി നിന്നിരുന്നു. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ആ ഒരു ഇടത് വലത് ക്യാമ്പുകൾ തമ്മിലുള്ള ഒരു തർക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ, മുൻ MLAയും മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള പാറയ്ക്കൽ അബ്ദുള്ളക്കെതിരെ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അതായത് ഈ റിബേഷ് രാമകൃഷ്ണനെതിരെ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപരമായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ ഇദ്ദേഹത്തിന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചത്. പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്നെ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു, മാത്രമല്ല തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ഇത്തരത്തിൽ പാറയ്ക്കൽ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ വക്കീൽ നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം തന്നെ തന്നോട് പരസ്യമായി മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് കിടക്കുമെന്നാണ് ഈ റിബേഷ് രാമകൃഷ്ണൻ ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വക്കീൽ നോട്ടീസ് അയച്ച ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവിൻ്റെ ഫോൺ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാഫിർ പോസ്റ്റ് ഇത് പ്രചരിപ്പിച്ച തലത്തിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചിരുന്നു ഇദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായി സഹകരിച്ചില്ല എന്നുള്ളൊരു കാര്യം പോലീസ് റിപ്പോർട്ടിൽ, അതായത് ഹൈക്കോടതിക്ക് സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇതിലെ ഉറവിടം, അതായത് റിബേഷ് രാമകൃഷ്ണൻ എവിടെ നിന്നാണ് ഈ പോസ്റ്റ് ലഭിച്ചത് എന്നുള്ളതിന്റെ ഉറവിടം അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രദ്ധിക്കുകയാണ് ഇദ്ദേഹത്തിന് ഫോൺ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പാറയ്ക്കൽ അബ്ദുള്ളയുടെ ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. ഇതാണിപ്പോൾ വീണ്ടും പുതിയ ഒരു പൂർമുഖം ഇടത് വലത് ക്യാമ്പുകളിൽ തുറന്നിരിക്കുന്നത്. എന്തായാലും മാത്രമല്ല, തുടക്കം മുതൽ തന്നെ ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചത് ഇടതുപക്ഷമാണെന്ന് വലതുപക്ഷവും, അതല്ല വലതുപക്ഷമാണ് ഈ പോസ്റ്റർ പ്രചരിപ്പിച്ചതെന്ന് ഇടതുപക്ഷവും തർക്കങ്ങൾ നീണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ MSF നേതാവ് കാസിമിന്റെ പേരിലടക്കം പരാതി നൽകിയിരുന്നെങ്കിൽ കൂടി ഈ കാസിം ഇത് താനല്ല പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും, എന്നാൽ പോലീസ് ആ കാര്യം ഗൗരവത്തിലെടുത്തില്ല എന്നുള്ള ഒരു പരാതി അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇത് പ്രചരിപ്പിച്ചതിൽ ഈ പറയുന്ന ഇടത് പ്രൊഫൈലുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. പോരാളി ഷാജി, റെഡ് എൻകൗണ്ടർ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. മാത്രമല്ല, ഈ പോരാളി ഷാജിയുടെ അഡ്മിനായിട്ടുള്ള വഹാബിന്റെ ഫോണും ഇത്തരത്തിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഉറവിടത്തിലേക്ക് ഇപ്പോഴും എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ എടുക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പ്രതികരണമായി രംഗത്ത് വന്നിരുന്നു. അതായത് ഇടതുപക്ഷ CPM ഇതുമായി ബന്ധമില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. വിഷ്ണു, ആനന്ദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.